മനുഷ്യൻ പടച്ചതമ്പുരാന്റെ കാരുണ്യത്തിന് തേടി ജീവിച്ചിട്ട് ആ റബ്ബ് ഈശ്വരൻ വായു ചോദിച്ചിട്ടില്ല. സായിബാബക്ക് വായു വേണം നമ്മളെ പോലെ, അമ്മക്ക് വെള്ളം വേണം നമ്മളെ പോലെ, നമ്മൾ ആരാധിക്കുന്ന മനുഷ്യ ദൈവങ്ങൾക്കൊക്കെ നമ്മളെ പോലെ. നിങ്ങൾ ആലോചിച്ചു വേണ്ട എന്ന് വാശി പിടിച്ച അവരുടെ മൂക്കും വായു ഒരു 10 മിനിറ്റ് നിങ്ങൾ പൊത്തിപ്പിടിച്ചു നോക്ക്. മനുഷ്യ ദൈവങ്ങളായി ഇന്ന് ജീവിക്കുന്നത് നമ്മളെപ്പോലെ അവരും മരിച്ചു. നമ്മളെപ്പോലെ അവരും മരിച്ചു പോവും. അവർ മനുഷ്യരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? വേദം പറയുന്നു തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ച ദൈവതം പതിംപതിനാ പരമം പരസ്താത് വിദാമദേവം ഭുവനേശമേഡ്യം. ശേതശേതരോപനിഷത്തിന്റെ പിന്നെ വേദത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. എന്താ അവിടെ പറയുന്നത്? അവിടെ പറയുന്നത് നിങ്ങൾ ആരാധനകൾ അവിസുകൾ മുഴുവനും അർപ്പിക്കേണ്ടത് സകല ദേവീദേവന്മാരുടെയും പരമാരാധ്യനായ പടച്ചതമ്പുരാനാണ്. ലോകത്തെ എല്ലാ വേദങ്ങളും മാർക്കോസിലെ 12-ാം അധ്യായം 29 പറയുന്നത് എന്താ? ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവ് അവൻ ഏക കർത്താവ്. ഞാൻ നിങ്ങളുടെ ദൈവം എന്നല്ല, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക എന്നാണ്. നമ്മുടെ ദൈവം അവനേന്നാണ്, അവരേന്നല്ല. സിംഗുലറാണ്, പ്ലൂറൽ അല്ല. വളരെ വ്യക്തമാണ് 12-ാം അധ്യായം മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ സൂക്തം. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. വേദങ്ങൾ മുഴുവൻ എങ്ങനെ പെടും? വേദം മുഴുവനും തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തിസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഗീതയിലെ 18-ാം അധ്യായം അവസാനത്തെ അധ്യായം 62-ാമത്തെ സൂക്തമാണ്. ശാശ്വതമായ സ്വർഗത്തിലെത്തുന്നത് ഏകദൈവത്തെ ആരാധിച്ചു സമാധാനം അടയുന്നത് വഴിയാണ് എന്ന് വേദം മനുഷ്യരെ പഠിപ്പിക്കുന്നു. ഈശാവാശോപനിഷത്തിന്റെ 12-ാം അധ്യായത്തിൽ പറയുന്നതിന് എന്തറിയോ? അന്തം തമഃ പ്രവിശന്തിയേ സംഭൂത്യമുപാസതേ തതോ ഭൂയൈവദേയഹു സംഭൂത്യാം രതഃ. നോക്ക്, ദൈവേതര ശക്തികൾ ആരാധിച്ചവർ ഘോരാന്ധകാരമായ നരകത്തിൽ പതിക്കുന്നു എന്നാണ്. ഇതേ കാര്യമാണ് ഖുർആൻ. ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവർ നരകത്തിലാണ്, അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്. ഖുർആൻ 5-ാം അധ്യായം 72-ാമത്തെ സൂക്തം. അപ്പൊ ലോകത്തെ എല്ലാ വേദങ്ങളും നിങ്ങൾ നോക്കൂ. മഹാനിർവഹണ സ്തോത്രം, മഹാനിർവഹണ സ്തോത്രം തുടങ്ങുന്നതിന് എങ്ങനെയാണ്? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രഹൃതൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപം ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം. ആ രണ്ടെണ്ണത്തിന് അർത്ഥം നോക്കൂ. നമ്മുടെ പ്രാർത്ഥനകൾ ഏകനായ ദൈവത്തോടാണ്, നമ്മുടെ അർച്ചനകൾ ഏകനായ ദൈവത്തോടാണ്. ആ ദൈവത്തിന്റെ ക്വാളിറ്റി എന്താണ്? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ മഹാജഗത്തിനെ സംവിധാനിച്ച സംവിധായകനാണ് അവൻ. കണ്ടോ? ഈ മഹാജഗത്തിനെ സംവിധാനിച്ച സംവിധായകൻ. ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രഹൃതൃ. അവനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, അവനാണ് ഈ പ്രപഞ്ചത്തെ സംഹരിക്കുന്നത്, അവനാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. അപ്പം ആരാണോ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്, ആരാണോ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്, ആരാണോ ഈ പ്രപഞ്ചത്തെ എല്ലാ അർത്ഥത്തിലും സംഹരിക്കുന്നത്, അവന് ബ്രഹ്മമെന്നറിഞ്ഞാലും എത്ര ശ്രേയസ്കരമായ കാര്യം. ഇതാണ് ഖുർആനിലുടനീളം വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യനോട് പ്രാർത്ഥിക്കുക, ആ ആരാധ്യനോട് പ്രാർത്ഥിക്കുക, അവൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. നിങ്ങൾ ആലോചിക്കുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി ഞാൻ മറന്നു പോകാതിരിക്കാൻ ഇപ്പോൾ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ളതാണ് സൂര്യൻ. 13 ലക്ഷം ഭൂമി. നമ്മൾ വസിക്കുന്ന ഭൂമിയിൽ ഒരു പഞ്ചായത്ത് പോലും കൃത്യമായിട്ട് കാണാത്തവരാ നമ്മള്. ഒരു ജില്ല പോലും പൂർണ്ണമായി കണ്ടിട്ടില്ലാത്തവരാ നമ്മള്. അപ്പൊ ലോകം മുഴുവനും, ഈ ഭൂമി മുഴുവനും അങ്ങനെയുള്ള 13 ലക്ഷം ഭൂമി. സുബ്ഹാനല്ലാഹ്, 13 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാനുള്ള വ്യാപ്തിയുണ്ട് സൂര്യന്. ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട്. ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രം. അപ്പൊ 10 ലക്ഷം 13 ലക്ഷം ഭൂമി 10 തവണയായി ആവർത്തിച്ചിട്ട് കൊണ്ടുപോയിട്ട് വെക്കാൻ മാത്രം വലിപ്പമുള്ള നക്ഷത്രങ്ങൾ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, ഇത് നോട്ട് ചെയ്ത് മനസ്സ് കുറിച്ച് എല്ലാ കൂട്ടുകാരോടും ചോദിക്കേണ്ട ഒരു ചോദ്യം. സൂര്യൻ എന്തെങ്കിലും ഒരു മൈക്രോ സെക്കൻഡ് പോലും അതിന്റെ ഡ്യൂട്ടിയിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ?
6:30 ഉദിക്കേണ്ട സൂര്യൻ 5:40 ഉദിക്കേണ്ട സൂര്യൻ 5:39 ഉദിക്കുകയോ 5:45 ഉദിക്കുകയോ ചെയ്തിട്ടുണ്ട് ലോക ചരിത്രത്തില്. ഞാൻ ചോദിക്കട്ടെ, 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ ഇന്ന് വരെ ആ നിയന്ത്രണത്തിൽ ഒരു കണിശത വ്യത്യാസമില്ലാതെ വശംസു തജ്രീലി മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. സൂര്യൻ അതിന്റെ നിശ്ചിത പദമേഖലകളിലൂടെ ഓർബിറ്റലുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. വകുല്ലും ഫീ ഫലഖിൻ യസ്ബഹൂൻ. അത് അതിന്റെ ഭ്രമണമണ്ഡലത്തിൽ നീന്തി തുടിക്കുന്നു. 36-ാം അധ്യായം 38, 39, 40 വചനങ്ങളാണ്. ഒന്ന് ആലോചിച്ചേ, ഈ സൂര്യനെ ഇത്ര കണിശമായി നിയന്ത്രിക്കുന്ന 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ നിയന്ത്രിക്കുന്ന, അതിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്ന ഈ ഗാലക്സിയെ, സൗരയുധത്തെ, ഈ മഹാപ്രപഞ്ചത്തെ, 10,000 കോടി നക്ഷത്ര കുടുംബങ്ങളുള്ള 10,000 കോടി നക്ഷത്ര കുടുംബത്തെ ഒരു തെറ്റും പറ്റാതെ നിയന്ത്രിക്കുന്ന പടച്ചോനോടാണോ ഇത്തിരി പോന്ന ഈ കൈപ്പിടി വലുപ്പത്തിൽ പോന്ന നെഞ്ചിന് വേദന വരുമ്പോ വിദീശേ മമ്പറം തങ്ങളെ, ഉള്ളാളം തങ്ങളെ, ശ്രീരാമ എന്ന് വിളിക്കുന്നത്? ശ്രീരാമന്റെ ഹൃദയം പോലും നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. മുഹമ്മദ് നബിയുടെ ഹൃദയം നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിന്റെ മിടിപ്പ് പോലും നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഞാൻ ചോദിക്കുന്നത്, 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെയും അതിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നതിൽ ഒരു അപാകതയും സംഭവിച്ചിട്ടില്ലാത്ത പടച്ചോനെ നമ്മളെ ഏൽപ്പിക്കുന്നതാണോ ബെറ്റർ? അല്ല സ്വന്തം ഹൃദയത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത മനുഷ്യരെ നമ്മളെ ഏൽപ്പിക്കുന്നതാണ് ഏതാണ് ഉത്തമം? നിങ്ങൾ ചിന്തിക്കും. ഹജ്ജിന്റെ സമയത്ത് മുസ്ലിം സമുദായം വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഉസ്താദ് പറഞ്ഞു കൊടുക്കും, എന്ത്? മമ്പറം ദർഗ സന്ദർശിക്കാതെ പോകല്ലേ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള പ്രാർത്ഥന പറയാൻ ചിലപ്പോൾ ഉസ്താദ് മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ മമ്പറത്ത് പോകാതെ നീ മറക്കരുതേ. എന്താ മമ്പറം? പടച്ചോനേക്കാൾ ശ്രേഷ്ഠനായ ആരോ ഒന്നുണ്ട് അയാളെ കണ്ണിൽ. ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന റബ്ബിന്റെ മുമ്പിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, പടച്ചവനെ എല്ലാറ്റിനും കഴിവുള്ള ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ആ ഉന്നതനായ പടച്ചതമ്പുരാന്റെ, മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ പടച്ചതമ്പുരാന്റെ ഈ 7-14 ലോകങ്ങളെയും നിയന്ത്രിക്കുന്ന, സപ്തസാഗരങ്ങളെയും സപ്താകാശത്തെയും സപ്തഭൂമിയെയും നിയന്ത്രിക്കുന്ന, ആകാശത്തിന്റെ വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളെയും, മരുഭൂമിയിലെ ഏതോ ഒരു ഡെസേർട്ടിൽ ഒരു മണൽത്തരിക്ക് സ്ഥാനചലനം ഉണ്ടാകുന്നുവെങ്കിൽ അതറിയുന്ന, കറുത്ത കൂരിലുട്ടുള്ള രാത്രിയിൽ കരിമ്പാറക്കടിയിലൂടെ അരിച്ചു നീങ്ങുന്ന കറുത്ത ഉറുമ്പിന്റെ കറുത്ത കാലടിപ്പാടുകൾ പോലും വ്യക്തമായും സൂക്ഷ്മമായും അറിയുന്ന, സാഗരത്തിന്റെ ഉള്ളുകളിൽ അന്ധകാരങ്ങളിൽ നീന്തി തുടിക്കുന്ന മത്സ്യത്തിന്റെ ചെകളകൾ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആ പടച്ചതമ്പുരാനെ വിട്ട്, ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ വിട്ട്, അത്ഭുതങ്ങളുടെ കലവറയായ ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ച നാഥനെ വിട്ട് മനുഷ്യരെ ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, ഇതൊക്കെ അല്ലാഹ് സൃഷ്ടിച്ച, അല്ലാഹ്ക്ക് പുറമെ വേറെ ആരെങ്കിലും സൃഷ്ടിച്ച വല്ല വസ്തു ഉണ്ടോ? ലം യഖ്ലുഖു ദുബാബ, വല്ലാത്തൊരു ചിന്തയാണ്. ലം യഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഈച്ചയെ സൃഷ്ടിച്ച ഒരാൾ, ശ്രീരാമൻ സൃഷ്ടിച്ച ഈച്ച, മുഹമ്മദ് നബി സംവിധാനിച്ച കാള സൃഷ്ടിച്ച ഇന്നത് ഇല്ല. ലം യഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. ഖുർആൻ കുറെ കൂടെ മുന്നോട്ട് പോയി. വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം 13-ൽ ചോദ്യം എന്താ? മാ യംലികുന മിൻ കിത്മീർ, വല്ലാത്തൊരു ചോദ്യമാണ്. അറബികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു ചോദ്യം. മാ യംലികുന മിൻ കിത്മീർ, ഒരു ഈത്തപ്പന കുരുല്ലേ, ആ കുരുവിന്റെ മുകളിലുണ്ട ഒരു നേർത്ത സ്ഥലപ്പാട, ആ പാടയെ പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. അതുപോലും നിങ്ങൾ നോക്ക്, ലോകത്ത് നമ്മളൊരു ഫ്രൂട്ട്സ് എടുത്തിട്ട് കയ്യിൽ വെക്കുക, ഒരു റോബസ്റ്റ പഴം, ആ പഴം എടുത്തിട്ട് അതിന്റെ തൊലി ഉരിയുമ്പോ അതിന്റെ മാംസം ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലെ, എന്തുകൊണ്ടാ പടച്ചോൻ ഉണ്ടാക്കിയത്? നിങ്ങളൊന്ന് ചിന്തിച്ചു, എന്താണത്? ഓരോ പഴത്തിന്റെയും ടേസ്റ്റും ആകൃതിയും നിറവും മുഖ്തലിഫൻ അൽവാനുഹു കദാലിക ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. മനുഷ്യകുലമേ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ സിട്ടാവിന്റെ സിദ്ധിയെ കുറിച്ച്? ലോകത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമി അന്ന സബബനൽ മാഅ സബ്ബ സുമ്മ ശഖഖനൽ അർള ശഖ ഫഅംബത്നാ ഫീഹാ ഹബ്ബൻ വൈനബൻ വഖലബൻ വസൈതൂനൻ വനഖ്ല വഹദായിക ഉൽബ വഫാകിയതൻ വഅബ്ബ മതഅ ലക്കും വലിഅനആമിക്കും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വ്യത്യസ്ത
വ്യത്യസ്തത തന്നെ മനുഷ്യരെ എന്തൊരു ടേസ്റ്റാണ്, എന്തൊരു രുചിയാണ്. ആരിതിനെ ടേസ്റ്റ് ഉണ്ടാക്കി, ആരിതിനെ സംവിധാനിച്ചു? വഫീയം ഫുസിക്കും അഫലാ തുബ്സിറൂൻ. നമ്മുടെ ശരീരം തന്നെ അത്ഭുതങ്ങളുടെ കലവറ. നമ്മുടെ പെരുവിരല് ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇലാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഒരു അത്ഭുതം എന്താണെന്നറിയോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. അത്ഭുതം, ലോകത്ത് ഈ വചനം ഇറങ്ങുന്നത് വരെയുള്ള ഒരൊറ്റ മനുഷ്യന്റെ വിരലടയാളവും പിന്നെ ജനിക്കുന്ന ഒരു മനുഷ്യന്റെ വിരലടയാളവുമായി സാമ്യതയില്ല. ഇനി ലോക